ഹലോ ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മൂന്നാർ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങുന്നത്. ഞങ്ങൾ ഗേൾസ് ഗ്യാങ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഓഫീസിൽ നിന്ന് ഇറങ്ങി വൈറ്റിലേക്ക് പോകണം. അവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രഷ് ലൈം കുടിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റില സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരാൻ വേണ്ടി അങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്കുകയാണ്. ഇവിടെ ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റില സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് ഒരുപാട് പാസഞ്ചേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഡ്രൈവറിനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 5 പേർക്കുള്ള സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റിൽ അടിപൊളി വൈബിൽ പ്രൈവറ്റ് ബസ്സിൽ കടലൊക്കെ കഴിച്ചിട്ട് നൈസ് വൈബാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പല അമ്പലത്തിലും അതുപോലെ തന്നെ പള്ളിയിലും ഉത്സവവും പള്ളിപ്പെരുന്നാളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ 1, 2, 3 ക്ലിപ്സൊക്കെ എടുത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു 5:10 ഒക്കെ ആയപ്പോൾ വൈറ്റില ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി. അങ്ങനെ 9:30 ആയപ്പോൾ ആനച്ചാലിലെത്തിയിട്ടുണ്ട്. ആനച്ചാലെത്തി ഒരു 2 മിനിറ്റ്സ് നടന്നതിന് ശേഷമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂമിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ളൊരു വ്യൂ ആണ് കേട്ടോ, ആനച്ചാൽ സിറ്റിയുടെ വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. 5 പേർക്കുള്ള സ്പേസാണ്, ഡബിൾ ഡെക്കറാണ്. അപ്പോൾ അടിപൊളിയാണ്. റൂമായാലും വാഷ്റൂം ആയാലും കിച്ചൺ അങ്ങനെ എല്ലാം ഉള്ള നല്ല റൂമാണ്. കൂടുതലും ഇവിടെ ഫോറിനേഴ്സാണ് വരുന്നത്. ലോങ് ടൈം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഫോറിനേഴ്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഓണേഴ്സുമായിട്ടുള്ള റിസപ്ഷനിൽ നിന്നവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റൂം തന്നെയാണ്. അപ്പോൾ നമ്മൾ നൈറ്റ് കഴിക്കാനുള്ള ഫുഡ് ഓൾറെഡി സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് കൊണ്ടുപോയായിരുന്നു. കാരണം ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ 10:30 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടി റെസ്റ്റോറൻ്റ് ഒന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. സോ അതുകൊണ്ട് ഈ പ്രാവശ്യം പോയ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ ഫുഡ് കൊണ്ടുപോയി. പൊറോട്ടയും ഡ്രാഗൺ ചിക്കനും ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ റൂഫിൻ്റെ മേളിൽ ടോപ്പിൽ കയറി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫ്രഷായിട്ട് കിടന്നുറങ്ങി. വീഡിയോ നെക്സ്റ്റ് ഡേയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ എടുത്ത് കഴിഞ്ഞപ്പം വളരെ ലെങ്തി ആയിട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേയുടെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.